ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞ് പാപ്പാനെ ചവിട്ടി കൊലപ്പെടുത്തി. വാഴ്വാടി കാശിനാഥന്റെ എന്ന ആനയാണ് ഇടഞ്ഞത്. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വിളക്ക് എഴുന്നള്ളിപ്പിനിടെ ഇതേ ആന ഇടയുകയും ചെയ്തിരുന്നു. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി. അതേ ആന തന്നെ വീണ്ടും പരാക്രമം കാട്ടുകയും പാപ്പാനെ കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ ദിവസം നമ്മൾ കേൾക്കുന്ന രണ്ടാമത്തെ ആന ആക്രമണ വാർത്തയാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് സംഭവം ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉത്സവത്തിന്റെ ചടങ്ങുകളിൽ നിന്ന് ഈ ആനയെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഈ ആനയെ മാറ്റി നിർത്തിയിരുന്ന സമയത്ത്, അതായത് ഇന്നലെ രാത്രി ഈ ആന നേരിയ തോതിൽ ഇടഞ്ഞിരുന്നു. അതേ തുടർന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ദേവസ്വം അധികൃതർ ആനയെ ഇവിടെ നിന്ന് മാറ്റാനായി അറിയിക്കുകയായിരുന്നു. അങ്ങനെ ആനയെ ഇവിടെ നിന്നും ഈ ഉത്സവത്തിന്റെ ചടങ്ങുകളിൽ നിന്ന് പങ്കെടുപ്പിക്കാതെ ആനയെ മാറ്റി നിർത്തുകയായിരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരിടത്ത് താൽക്കാലികമായ ഷെഡൊക്കെ തന്നെ കെട്ടിയിരുന്നു. ആനകളെയെല്ലാം തന്നെ ഈ ഉത്സവത്തിനും മറ്റുമായി എത്തിക്കുന്ന ആനകളെ കെട്ടുന്ന ഇടമാണ്. ഈ ഇടത്ത് വെച്ചാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ആന ഇടഞ്ഞത്. ഈ ആനയെ വീണ്ടും ഈ ഇടഞ്ഞ ഒരു സമയത്ത് ഇത്തരത്തിൽ ഈ പാപ്പാന്മാർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പാപ്പാന്മാർക്ക് നേരെ ആന ആക്രമണം നടത്തുകയായിരുന്നു. 2 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. അമൽ, ശ്രീകുട്ടൻ എന്നിങ്ങനെയുള്ള 2 പേർക്കെതിരെയാണ് 2 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ച ശേഷം വീണ്ടും ഈ വാഹനത്തിലേക്ക് കയറ്റാനായി ഇപ്പോൾ ശ്രമങ്ങൾ നടത്തി വരികയാണ്. ആനയെ വടം ഉൾപ്പെടെയുള്ളവ കെട്ടിയതിന് ശേഷം ആനയെ ഇപ്പോൾ ലോറിയിൽ കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എലിഫന്റ് സ്ക്വാഡിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റ് പാപ്പാന്മാരും അതുപോലെ തന്നെ മറ്റ് ആളുകളുമൊക്കെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ആനയെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ വാഹനത്തിലേക്ക് കയറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആനയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റാനായുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഈ പാപ്പാനാണ് ഈ ആനയുടെ ആക്രമണത്തിൽ, 2ാം പാപ്പാനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാപ്പാനാണ് ആനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. അമൽ എന്ന് പറയുന്ന മറ്റൊരു പാപ്പാനും പരിക്കേറ്റിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ആന ഇവർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഈ സ്ഥലത്ത് ഒരു ഷെഡിൻ്റെ മേൽക്കൂര ഉൾപ്പെടെയുള്ളവ തകർത്ത് നേരെ ആന ഈ പാപ്പാന്മാർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആനയെ ഈ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആന ഈ നേരത്തെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആനയെ ഇപ്പോൾ പാപ്പാന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ, നേരത്തെ തന്നെ ഇന്നലെ ഈ ഒരു പ്രശ്നമുണ്ടായ ആദ്യഘട്ടത്തിൽ ഈ ആന ഇടഞ്ഞ സമയത്ത് തന്നെ ദേവസ്വം അധികൃതർ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതേസമയം തന്നെ ആന മറ്റ് ചടങ്ങുകളിലൊന്നും തന്നെ പങ്കെടുപ്പിക്കാതെ ആനയെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുക തന്നെയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആന ഇപ്പോൾ ഈ ലോറിയിലേക്ക് കയറുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ, അതായത് മറ്റ് അക്രമാസക്തനാകുന്ന ഒരു സ്വഭാവത്തിലല്ല എന്തായാലും നിലവിൽ ആന ഉള്ളത്. ആനയെ ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റി ഇനി ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. മറ്റ് ആളുകൾക്കാർക്കും തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഭാഗ്യം കൊണ്ട് മറ്റ് ഉത്സവങ്ങളിൻ്റെ ചടങ്ങുകളിലൊന്നും തന്നെ പങ്കെടുപ്പിച്ചിരുന്നില്ല ആനയെ. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആനയെ ഈ ലോറിയിലേക്ക് കയറ്റി ഇനിയിപ്പോൾ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ് ഈ മരിച്ച ആനപ്പാപ്പാനായ ശ്രീകുട്ടൻ. 25 വയസ്സുകാരനാണ്. ഇന്നിപ്പോൾ ആനയുടെ അടുത്തേക്ക് ഈ ആനയെ കെട്ടിയിരുന്ന സ്ഥലത്ത് നേരിയ തോതിൽ ഒരു ആനയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം ഉണ്ടായി, അല്ലെങ്കിൽ ആന ഒരു ആക്രമാസക്തനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പാപ്പാന്മാർ ഇടപെട്ടത്. 1ാം പാപ്പാനും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് ഈ 2 പാപ്പാന്മാരാണ് ഇവിടെ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് ആനയുടെ അടുത്തേക്ക് പോയത്. ആനയുടെ അടുത്തേക്ക് പോയ പാപ്പാന്മാർക്ക് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആന നിലവിലത്തെ സാഹചര്യത്തിൽ ആനയെ ഇപ്പോൾ ലോറിയിൽ കയറ്റിയിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആനയെ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും കൊണ്ടുപോവുകയും ഒക്കെ തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഈ എലിഫന്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ആണ് ഇത്തരത്തിൽ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമൊക്കെ തന്നെ എന്തായാലും നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ആനയെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും.
വിഷുയി അങ്ങനെ കഴിഞ്ഞ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഉത്സവവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കൊന്നും വിഘ്നം വന്നിട്ടില്ല. അതേസമയം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചു എന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മറ്റ് മുൻകരുതലുകൾ എടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചോ? ഇന്നലെ ഈ ഇടഞ്ഞതിന് ശേഷം മാറ്റി കെട്ടിയത് അല്ലെങ്കിൽ തളക്കുകയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ അത് ഏത് ഭാഗത്തായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആരോപണമൊന്നുമില്ല. കാരണം ആനയെ ഈ ഒരു നേരിയ തോതിലുള്ളൊരു പ്രശ്നം കണ്ട ഉടനെ തന്നെ ദേവസ്വം അധികൃതർ ആനയെ അവിടെ നിന്ന് മാറ്റണമെന്ന് ആനയുടെ ഈ പാപ്പാന്മാരോട് ഉൾപ്പെടെ പറയുകയായിരുന്നു. ഇനിയിപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളിലേക്കൊന്നും തന്നെ ആരെയും അതായത് ഈ ആനയെ കൊണ്ടുവരേണ്ടതില്ല എന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആനയെ മറ്റ് ചടങ്ങുകളിലൊന്നും തന്നെ ഇന്ന് രാവിലത്തെ ആയാലും മറ്റ് ചടങ്ങുകളിലൊന്നും തന്നെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നത്. ആനകളെ കെട്ടുന്ന ഈ മറ്റ് ആനകളെയൊക്കെ തന്നെ തളയ്ക്കുന്ന ഇടത്ത് തന്നെയാണ് ഈ ആനയെ ഇപ്പോഴും കെട്ടിയിരുന്നത്. ഈ സാധാരണഗതിയിൽ ആന ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ നിന്ന് മുൻവശത്ത് നിന്ന് കുറച്ച് മാറിയുള്ള പഴയ ദേവസ്വം ഓഫീസിനോട് പുറകിലുള്ള ഒരു വലിയ പറമ്പിലാണ് ഈ ആനകളെയൊക്കെ തന്നെ തളയ്ക്കുന്നത്. അവിടെ മറ്റ് ആനകളും ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തും മറ്റ് ആനകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നേരത്തെ നമ്മൾ അങ്കമാലിയിലെ കാര്യം നോക്കുക, അവിടുത്തെ ആ ഒരു ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതുപോലെ അത്ര വലിയൊരു അക്രമാസക്തനായ രീതിക്കൊന്നുമല്ല ഈ ആന ഉണ്ടായിരുന്നത്. സാധാരണ ഉണ്ടാകുന്ന പോലെ ഈ ആന ഒരു അവിടെ നിന്നിരുന്ന ഇടത്തെ മേൽക്കൂര അത് തള്ളിമറിച്ചിടാനായുള്ള ശ്രമം നടത്തി. അപ്പോൾ തന്നെ പാപ്പാന്മാരവിടെ എത്തി. അപ്പോൾ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ പാപ്പാന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 2 പേർക്ക് ആണ് ആക്രമണം നേരിടേണ്ടി വന്നത്. അതിൽ ഒരാൾക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ദേഹത്ത് ചവിട്ട് കൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. 2 പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ഒരാളുടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റു വലിയ ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ കാര്യം. പക്ഷേ അതേസമയം തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന് പുറത്തായതിനാൽ തന്നെ പുറത്ത് മറ്റൊരു മതിൽക്കെട്ടിനുള്ളിലാണ് ഈ ആനകളെയൊക്കെ തന്നെ തളച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് പുറത്തേക്ക് വരാനോ ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ അവിടെ നിന്നും ഈ തളച്ച ഇടത്ത് നിന്നും മാറിപ്പോകാനൊന്നും തന്നെ എന്തായാലും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും വലിയ ആശ്വാസകരമായൊരു കാര്യം തന്നെയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ആനയെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകാൻ കഴിഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ഇരിങ്ങാലക്കുട ഉത്സവം എന്ന് പറയുന്നത് കുറേ അധികം ആളുകൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ്. വലിയ വൈകുന്നേരമൊക്കെ തന്നെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളുകളൊക്കെ ഈ ആനയെ പുറത്തേക്കൊക്കെ തന്നെ ഇറക്കിയിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്ന രീതിക്കല്ലായിരിക്കാം. വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരിടം കൂടിയാണ്. മേളവും അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ മറ്റ് ചടങ്ങുകളും ഒക്കെ തന്നെ ഒരുപാടുണ്ട്. 10 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇരിങ്ങാലക്കുട ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ പാതി വഴിക്ക് എത്തിയ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്.